മാക്രോണിന്റെ പ്രസ്താവന ഒരു ഉച്ചക്കിറുക്കായി മാത്രം കാണേണ്ട കാര്യമേ ഉള്ളൂ എന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രതികരണമൊക്കെ വന്നത്. ഡൊണാൾഡ് ട്രംപ് ഇമ്മാനുവൽ മാക്രോണിനെ അങ്ങ് ട്രോളിക്കളയാം എന്ന് വിചാരിച്ചു. മാക്രോൺ പിടിച്ച പിടിയാലെ തന്നെ നിൽക്കുകയാണ്. ഇസ്രായേൽ നടത്തുന്ന അനീതി അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. പാലസ്തീനെ പ്രത്യേക രാജ്യമായി അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര മടി? അവരെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. ഓഗസ്റ്റോടെ അത് നിലവിൽ വരണം. സുരക്ഷാ സമിതിയിലെ ഒരു സ്ഥിരാംഗത്തിൻ്റെ മറുപടി, അതല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ വാക്കിന് ഏതെല്ലാം രാജ്യങ്ങൾ, ഇസ്രയേലും അമേരിക്കയും ഒക്കെ എങ്ങനെയാണ് അതിനെ വില കൽപ്പിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ. വഴിയെ റഷ്യയും ചൈനയും ഒക്കെ എടുത്തിരിക്കുന്ന നിലപാട് കുറച്ചുകൂടി ശക്തമാക്കും എന്നുള്ളതിനും സംശയമൊന്നുമില്ല. ഇത് ഇറാന്റെ കൂടി പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗാസയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇറാൻ നടത്തുന്ന പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട അവരുടെ ആഭ്യന്തര വിഷയത്തിൽ കയറി ചൊറിഞ്ഞ ഇസ്രയേലിനെ ഇനി അവരുമായി ബന്ധപ്പെടുത്തുന്ന ഏതൊരു വിഷയത്തിലും, ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ വിഷയത്തിലും ശക്തമായി നേരിട്ട് തന്നെ ഇടപെടുന്ന രീതിയിലേക്ക് നീങ്ങുകയാണ്. ഇറാനെ ആക്രമിക്കാൻ വീണ്ടും പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി യൂറോപ്യൻ യൂണിയൻ വീണ്ടും രംഗത്ത് വരികയാണ്. ഇറാനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് യൂറോപ്യൻ യൂണിയന് നന്നായി അറിയാം. ചബഹർ തുറമുഖവും അതുപോലെ ഹോർമൂസ് കടലിടുക്കും ഇറാന് അടയ്ക്കാൻ നിമിഷങ്ങളുടെ നേരം മതി. അത്തരത്തിലേക്ക് ഒരു നീക്കം ഉണ്ടായാൽ പിന്നെ വലിയ രീതിയിൽ കലുഷിതമാകും. നമുക്കറിയാം, ചെങ്കടൽ കലുഷിതമാകുന്നത് ഹൂതി വിമതരുടെ വിളയാട്ടം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ നരാധവന്മാരുടെ പൈശാചിക വിളയാട്ടം മറികടക്കാൻ, അതല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന പല രീതികളും ഇറാന്റെ കൈവശവും ഉണ്ട്. അതുപോലെ തന്നെ റഷ്യയ്ക്കും എന്ത് രീതിയിലും ചില നടപടികളിലേക്ക് കടക്കാം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പോരാട്ടത്തിൽ അമേരിക്ക നേരിട്ടിടപെടാൻ ഒരിക്കലും തയ്യാറാകില്ല. പക്ഷേ ധൈര്യം സംഭരിച്ച അമേരിക്ക ചില വിലപേശലൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. റഷ്യ അതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, യൂറോപ്യൻ യൂണിയന്റെ നടപടിക്രമങ്ങളെയൊന്നും റഷ്യ വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ നിലപാടുകളിലേക്ക് നീങ്ങാൻ അവരെ കൊണ്ട് കഴിയില്ല. അവർക്ക് എത്രയൊക്കെ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാലും അവരെ കടത്തിവെട്ടാൻ ഇപ്പോഴും റഷ്യക്ക് ആവതുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം തന്നെയാണ്. റഷ്യയുടെ നിലപാടുകളും അങ്ങനെ തന്നെയാണ്. ഫ്രാൻസും റഷ്യയും എടുക്കുന്ന നിലപാടുകൾക്ക് യൂറോപ്പിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആ രാജ്യങ്ങളുടെ തലവന്മാർ പറയുന്ന ഓരോ പ്രസ്താവനയും ലോകരാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ അത് എത്രത്തോളം ആഴവും പരപ്പുമുണ്ട് ആ വാക്കുകളിൽ എന്നുള്ളത് വ്യക്തമാക്കാവുന്നതേ ഉള്ളൂ. റഷ്യയുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഇറാന് കൈമാറുകയും ഇറാൻ എല്ലാ രീതിയിലും പ്രയോഗിക്കുകയും ചെയ്താൽ ഇസ്രായേൽ തവിടുപൊടിയാവും. അമേരിക്ക സംരക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നമല്ല ഇത്. ഏതിലും കയറി ചൊറിയാൻ വരണ്ട എന്നുള്ള നിർദ്ദേശമാണ് ഇവിടെ കൃത്യമായി റഷ്യ കൊടുക്കുന്നത്. ഇസ്രായേലിൻ്റെ മൊസാദിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് റഷ്യയുടെ ഇൻ്റലിജൻസ് സേനയ്ക്ക് അറിയാമെന്നും പുടിൻ പറഞ്ഞിരിക്കുന്നു. ഫ്രാൻസും റഷ്യയും ഒക്കെ ഇപ്പോൾ മറ്റ് രീതിയിലേക്കാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതൊരു അഭിമാന പ്രശ്നമായി ഫ്രാൻസ് കരുതുകയാണ്. കാരണം ഫലസ്തീനെ മോചിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രതിജ്ഞ പോലെ ഇമ്മാനുവൽ മാക്രോൺ കൊണ്ടു നടക്കുന്നു.